Hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സിനുള്ളിലെ പുതിയൊരു ടോപ്പിക്കായ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനെ പറ്റിയാണ്. ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഫ്ലൂയിഡ്സിൻ്റെ മോഷനെ പറ്റിയാണ്, ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ്. ലൈക്ക് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിഫോർമേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, റൊട്ടേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, ഇതുപോലുള്ള ഫ്ലൂയിഡ്സിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂവ്മെൻറ്റ്സിന് എല്ലാം കാരണക്കാരനായ ഫോഴ്സിനെ പറ്റി നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നേയില്ല, അവനെ മാറ്റി നിർത്തുകയാണ്. അതായത് ഇവനെ ഈ പറയുന്ന ഡിഫോർമേഷൻസും വെലോസിറ്റി, ആക്സിലറേഷനും എല്ലാം കാരണക്കാരനായ അല്ലെങ്കിൽ ആ കോസായ ഫോഴ്സിനെ നമ്മൾ ടച്ച് ചെയ്യുന്നേയില്ല, ആ കോസിൻ്റെ എഫക്റ്റിനെ മാത്രമാണ് പഠിക്കുന്നത്. ഈ കാരണക്കാരനായ അല്ലെങ്കിൽ ഈ കോസിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് വരുന്നുണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിലായിട്ട് പഠിക്കാം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡിൻ്റെ മോഷനെ പറ്റിയാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഒന്ന് രണ്ട് പ്രോബ്ലംസിൽ ചോദിക്കും, ഇതൊരു സ്റ്റഡി ഫ്ലോ ആണോ, ഇതൊരു അൺസ്റ്റഡി ഫ്ലോ ആണോ, ഇങ്ങനൊരു ഫ്ലൂയിഡ് ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊരു റൊട്ടേഷണൽ ഫ്ലോ ആണോ, ഇറൊട്ടേഷണൽ ഫ്ലോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഇനി അങ്ങോട്ട് നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ ഇതെല്ലാം കൃത്യമായി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ്, ഈ പറഞ്ഞ ഫ്ലോകളെല്ലാം എന്താണെന്നുള്ളതാണ്. സോ ഏറ്റവും ആദ്യം ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോകളാണ്. ഈ ഫ്ലോകൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഇത് എന്ത് ടൈപ്പ് ഫ്ലോ ആണെന്നാണ് നമ്മൾ ഈ പറയുന്ന ന്യൂമറിക്കൽ പ്രോബ്ലത്തിലൂടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് വളരെ ശ്രദ്ധിച്ച് കൺസെപ്ച്വലി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒട്ടുമിക്ക കുട്ടികളും സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന ഈ ഡെഫിനിഷൻസ് അതേപോലെ ബൈഹാർട്ട് ചെയ്യും. ഡെഫിനിഷൻസ് ബൈഹാർട്ട് ചെയ്താൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. കൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചാൽ തിയറിയും കിട്ടും, അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതെന്താണ് ഞാൻ ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് പഠിപ്പിക്കും എന്നത് മനസ്സിലാക്കി തരാം. സോ ഇന്ന് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് അല്ലേ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഈ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോകളെ പറ്റിയാണ് നമ്മൾ ഇനി അങ്ങോട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കണം, ഒരു കൺസെപ്ച്വൽ ലേണിംഗ് എന്ന രീതിയിൽ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഫ്ലോകൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, സാർ ഇതൊക്കെ എനിക്കറിയാം, ഇതെല്ലാം നമ്മൾ കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ കഥകളൊന്നും ഇവിടെ ഇല്ല, ഈ പറഞ്ഞ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോയിൽ ഇല്ല എന്ന് നിങ്ങൾ പറയും. ചിലപ്പോൾ ശരിയായിരിക്കാം, നിങ്ങൾ കൃത്യമായി പഠിച്ചു കാണാം. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കുട്ടികൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. അതിന് കാരണം പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും പഠിക്കും, സാർ സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ മീൻസ് എന്താണ്, ഇഫ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, then we will call it as a steady flow. If the fluid properties are changing with respect to time, then we will call it as unsteady flow. ഇതിൽ എന്താണ് അത്ര അൺസർട്ടനിറ്റി? ആ ഡെഫിനേഷനിൽ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ പറയും. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ അതിന് വേണ്ടി എന്ത് ചെയ്യാൻ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ എടുക്കുകയാണ് വിചാരിക്കുക. ലെറ്റ്സ് സേ ദിസ് ഈസ് ഒരു പൈപ്പ് വിചാരിക്കുക. ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യുകയാണ്, ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, ദിസ് ഈസ് അവർ ഇൻലെറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്ലെറ്റ്. ഈ സ്റ്റഡി ഫ്ലോ പറയുമ്പോൾ നമ്മൾ എല്ലാവരും മിസ് ചെയ്തു പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഉണ്ട്. ഇഫ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്, ഇതൊരു സ്റ്റഡി ഫ്ലോ ആണോ അൺസ്റ്റഡി ഫ്ലോ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അതിനുവേണ്ടി ഞാൻ എന്ത് അറിയുമോ, ഇവിടെ ഒരു സെക്ഷൻ എടുത്തു. ദിസ് ഈസ് അവർ സെക്ഷൻ 1. സെക്ഷൻ 1 എന്ന് പറഞ്ഞ സ്ഥലം എടുത്ത് ഞാൻ എടുത്തു. ഈ പെർട്ടിക്കുലർ സെക്ഷനിലുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഞാൻ വെലോസിറ്റി, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, തൽക്കാലം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വെലോസിറ്റി മാത്രം ഞാൻ പിക്ക് ചെയ്യുന്നു. ഈ പെർട്ടിക്കുലർ സെക്ഷനിലുള്ള വെലോസിറ്റി ഞാൻ എന്ത് ചെയ്തു, മെഷർ ചെയ്തു. മെഷർ ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, ലെറ്റ് ഇറ്റ് ബി 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഞാൻ വേറൊരു സെക്ഷൻ എടുത്തു, ലെറ്റ് ഇറ്റ് ബി ദിസ് സെക്ഷൻ, ഞാൻ ആ സെക്ഷൻ 2 എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ വെലോസിറ്റി മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടി, ദ വെലോസിറ്റി ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്.
ഈ പറയുന്ന ഫ്ലൂയിഡ് ഫ്ലോ, ഞാൻ ഈ തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് എന്ത് ഫ്ലോ ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്കുമ്പോൾ നോക്കൂ, ഇതാ ഒരു സെക്ഷൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, മറ്റൊരു സെക്ഷൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചിങ് എന്ന് നിങ്ങൾ പറയുന്നു ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഒറ്റ അടിക്ക് പറയാൻ സാധ്യത ഉണ്ട് ഇതൊരു അൺസ്റ്റഡി ഫ്ലോ ആണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഈ ഗിവൺ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഫ്ലോ അൺസ്റ്റഡി ആണോ സ്റ്റഡി ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വരണം. സ്റ്റഡി ആണോ, ഒരു ഫ്ലോ സ്റ്റഡി ആണോ അൺസ്റ്റഡി ഫ്ലോ ആണോ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ വി ഹാവ് ടു ഫിക്സ് ദ ലൊക്കേഷൻ ഫിക്സ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് ടൈം. ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് സമയം ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണെന്ന്. ഇവിടെ കണ്ടു ഞാൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുള്ള വെലോസിറ്റിയുടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം പോരാ, വി ഹാവ് ടു ഫിക്സ് ദ ടൈം. നോട്ട് ഫിക്സ് ടൈം, വി ഹാവ് ടു ഫിക്സ് ദ ലൊക്കേഷൻ. ഇനി ഈ ലൊക്കേഷൻ ഫിക്സ് ചെയ്തു. സെക്ഷൻ 1 മാത്രമാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ കൃത്യം 8 മണിക്ക്, ഓക്കെ, 8 മണിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 8:10 ആയപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കി, അപ്പോഴും വെലോസിറ്റി എത്ര തന്നെയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഒരു 8:20 ആയപ്പോൾ ഞാൻ നോക്കി, അപ്പോഴും വെലോസിറ്റി എത്ര തന്നെയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു 8:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വെലോസിറ്റി മെഷർ ചെയ്തു, അപ്പോഴും വെലോസിറ്റി എന്ത് ചെയ്യുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് മീൻസ് അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ the properties are not changing with respect to time. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഫ്ലൂയിഡ് ഫ്ലോ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, സ്റ്റഡി ഫ്ലോ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ 2 സാർ അവിടുത്തെ വെലോസിറ്റി ഡിഫറൻറ്റ് അല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അത് വേറെ ലൊക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ 8 മണിക്ക് മെഷർ ചെയ്തു, 8:10 മെഷർ ചെയ്തു, അല്ലെങ്കിൽ 8:20 മെഷർ ചെയ്തു. ഇതേപോലെ ഇവിടെ ഫസ്റ്റ് സെക്ഷനിൽ മെഷർ ചെയ്ത പോലെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു? ഡിഫറെൻറ്റ് ടൈമിൽ ഫ്ലൂയിഡ് ഫ്ലോ മെഷർ ചെയ്തു. അപ്പോഴെല്ലാം വെലോസിറ്റി എത്രയാണ്? 20 ആണ്. എല്ലാ സമയത്തും വെലോസിറ്റി എന്ത് തന്നെയാണ്? 20 ആണ്. വിച്ച് മീൻസ് ഫ്ലൂയിഡ് ഫ്ലോ, ഒരു ഫ്ലോ സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ജോബ് എന്താണ്? വി ഹാവ് ടു ഫിക്സ് ദ ലൊക്കേഷൻ, ദെൻ ചേഞ്ച് ദ ടൈം. ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് അവിടുത്തെ സമയം ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ പ്രോപ്പർട്ടീസ് ആർ നോട്ട് ചേഞ്ചിങ് ആണെന്ന് നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നെ ശരി എന്ന് പറയാം. വേറൊരു ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ അവിടുത്തെ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷെ ആ ഡിഫറെൻറ്റ് വെലോസിറ്റി സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റഡി ഫ്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, സെക്ഷൻ 3, 4, 5, 6 എടുത്താൽ ആ എല്ലാ സ്ഥലങ്ങളിലും ഒരു പക്ഷേ വെലോസിറ്റി എന്തായിരിക്കാം? ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ആ എല്ലാ ലൊക്കേഷൻസിലും ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് സമയം ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പാടില്ല? വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇൻ ജനറൽ ഈ സ്റ്റഡി ഫ്ലോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ജനറലി പറയണ എങ്ങനെ പറയാൻ പറ്റും? ചേഞ്ച് ഓഫ് പ്രോപ്പർട്ടി, ചേഞ്ച് ഓഫ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. എന്നുവെച്ചിട്ടാണ് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻസിൽ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. സോ വിച്ച് മീൻസ് കോൺസ്റ്റന്റ് ഡിഫറൻസിൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 0. ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ കോൾ ദിസ് ആസ് എ സ്റ്റഡി ഫ്ലോ. അപ്പൊ അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിലോ d/dt ചേഞ്ച് ഓഫ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി with respect to time at a particular location is changing. That means it is not equal to 0. ഇവിടെ എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആരൊക്കെയാണ്? കുറെ കൂടെ ജനറലി പറയുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? dv/dt is 0. അതായത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഫ്ലോ. ഇതേപോലെ d/dt at a particular location, this is also equal to 0. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയും സമയത്തിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവനെന്ത് വിളിക്കാം? ഇറ്റ് ഇസ് എ സ്റ്റഡി ഫ്ലോ. ഇഫ് ദ പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചിങ്, then we will call it as unsteady flow. ഞാൻ ഈ പറഞ്ഞ കഥയെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന ഡെഫിനിഷൻ്റെയൊക്കെ ഡിഫറൻസിയേഷൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ചേഞ്ച് ഓഫ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഈ 0 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇവിടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒന്നും ആ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. നോട്ട് ഈക്വൽ 0 മീൻസ് എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ. സോ ദിസ് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് സ്റ്റഡി ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. ഞാൻ അതിന് സ്റ്റേറ്റ്മെന്റിലൊന്നും പറയുന്നില്ല, കാരണം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്താണ്? നിങ്ങൾ എല്ലാവരും സ്റ്റഡിയും അൺസ്റ്റഡി ഫ്ലോയും പറയുമ്പോൾ എന്ത് വിട്ടുപോകുന്നുണ്ട്? ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന കഥ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ലാസ്റ്റ് അടുത്ത് പറഞ്ഞു പോകാം. ഒരു ഫ്ലൂയിഡ് ഫ്ലോ സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ തിരിച്ചറിയാൻ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുക, ദെൻ ചേഞ്ച് ദ ടൈം. ലൊക്കേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് ടൈം
ചേഞ്ച് ചെയ്താൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റഡി ഫ്ലോ. ക്ലിയർ അല്ലേ? സോ സ്റ്റഡിയും ആൻഡ് സ്റ്റഡിയും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. യൂണിഫോം ആൻഡ് non-uniform flow. This is our next type of flow. Uniform and non-uniform flow. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? We have to consider a fluid flow. ഒരു fluid flow, ഒരു പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുകയാണ്? ഫ്ലോ ചെയ്യുകയാണ്. This is the direction of the fluid flow എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ യൂണിഫോം എന്ന് പേര് കേട്ടതിൻ്റെ അർത്ഥം എന്താണ്? യൂണിഫോം മീൻസ് ഇറ്റ് ഷുഡ് ബി സെയിം ഇല്ലേ? ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? തൊട്ടു പിന്നെ നമ്മൾ ആരെ ഫിക്സ് ചെയ്തു? ലൊക്കേഷൻ ഫിക്സ് ചെയ്തു, എന്നിട്ട് ടൈം ചേഞ്ച് ചെയ്തു. ഇവിടെ നേരെ തിരിച്ചു ചെയ്താൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫിക്സ് ദ ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. അവിടെ എല്ലാം വെലോസിറ്റികൾക്കും ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസുകൾ ചേഞ്ച് ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇതൊരു സെക്ഷൻ, ഇതെല്ലാം സെക്ഷൻ. ഇവിടെയൊക്കെ ഞാൻ ആരെ നിർത്തിയിരിക്കുന്നു? ഓരോ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഇവിടത്തൊക്കെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നോക്കാനായിട്ട് ഞാൻ ഓരോരോ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? തൊട്ടു മുന്നേ നമ്മൾ എന്ത് ഫിക്സ് ചെയ്തു? ലൊക്കേഷൻ ഫിക്സ് ചെയ്തു. ഇവിടെ നമ്മൾ ആരെ ഫിക്സ് ചെയ്യണം? ടൈം ഫിക്സ് ചെയ്യണം. അപ്പോൾ ഈ എല്ലാ ലൊക്കേഷൻസും ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അറ്റ് 9 PM 9 മണിക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ എല്ലാ ലൊക്കേഷനിലെയും വെലോസിറ്റി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടിയറിയാമോ? ഈ പെർട്ടിക്കുലർ ലൊക്കേഷനിലെ വെലോസിറ്റി എനിക്ക് കിട്ടി 8 m/s. ഇവിടുത്തെ വെലോസിറ്റി കിട്ടി 8 m/s. ഇവിടുത്തെ വെലോസിറ്റി കിട്ടി 8 m/s. ഇവിടുത്തെ വെലോസിറ്റി കിട്ടി 8 m/s, which means fix the time and check the velocities in different locations. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ വെലോസിറ്റികൾക്കൊന്നും മാറ്റമില്ല എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് യൂണിഫോം ഫ്ലോ. കാരണം എന്താണ്? ഇവൻ യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വെലോസിറ്റിയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, സമയം ചേഞ്ച് ചെയ്ത് 9 എന്നുള്ളത് 9:10 എന്ത് സംഭവിക്കാം? ഒരു പക്ഷേ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകാം. 8 എന്നുള്ളത് 10 പക്ഷെ എല്ലാ സ്ഥലത്തും വെലോസിറ്റി എന്തായിരിക്കണം? 10 ആയിരിക്കണം. അതായത് പ്രോപ്പർട്ടീസ് ആർ നോട്ട് അലൗഡ് ടു ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഫ്ലോ യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇഫ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അറ്റ് എ ഫിക്സഡ് ടൈം, then we will call it as uniform flow. If the properties are changing at different locations in a particular time, then we will call it as non-uniform flow. ഇത് നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ആ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, change a velocity with respect to position at a particular time. This should be equal to 0 ആയിരിക്കണം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റി എസ് മീൻസ് എന്താണ്? പൊസിഷൻ ആണ്. ഡിഫറെൻറ്റ് പൊസിഷൻസിൽ എന്ത് മാറ്റമില്ല? വെലോസിറ്റിക്ക് മാറ്റമില്ല. വിച്ച് മീൻസ് ദിസ് വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. സോ അവൻ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇങ്ങനെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഫ്ലോ. എന്താണ്? യൂണിഫോം ഫ്ലോ. ഇനി നേരെ തിരിച്ച് നോൺ യൂണിഫോം ആണെങ്കിൽ എന്തായിരിക്കണം? ദ ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം is not equal to 0, which means ഒരു പെർട്ടിക്കുലർ ടൈമിൽ വെലോസിറ്റി പൊസിഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇവിടെ 8 m/s ആണ്. 9 മണിക്ക് ഞാൻ ഒബ്സർവ് ചെയ്യുകയാണ്. ഇവിടെ 8, ഇവിടെ 10, ഇവിടെ 15, ഇവിടെ 20. അങ്ങനെ ഓരോ സ്ഥലത്തും ഡിഫറെൻറ്റ് വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അങ്ങനെയാണെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് നോൺ യൂണിഫോം ഫ്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോകളെ പറ്റി നിങ്ങൾ ഡിഫറെൻറ്റ് ഫ്ലോയിൽ ഇപ്പോൾ 4 ഫ്ലോ പഠിച്ചു. ഇനി ഒരു പക്ഷേ ഇവരുടെ എല്ലാം കോമ്പിനേഷൻസുകൾ ചിലപ്പോൾ വരാം. ഫ്ലോ ക്യാൻ ബി സ്റ്റഡി ആൻഡ് യൂണിഫോം, ഫ്ലോ ക്യാൻ ബി അൺസ്റ്റഡി ആൻഡ് യൂണിഫോം, ഫ്ലോ ക്യാൻ ബി സ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം, ഫ്ലോ ക്യാൻ ബി അൺസ്റ്റഡി ആൻഡ് നോൺ യൂണിഫോം. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസുകൾ വരാം. അതൊക്കെ നിങ്ങളൊന്ന് സ്വന്തമായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബേസിക് ഫ്ലോകളായ യൂണിഫോം, നോൺ യൂണിഫോം, സ്റ്റഡി ആൻഡ് സ്റ്റഡി ഫ്ലോ പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോയെ പറ്റിയാണ് laminar and turbulent flow. Laminar and turbulent flow. Laminar and turbulent flow. ഇതിൽ ഈ ലാമിനാർ മീൻസ് ഈ ലാമിന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയാമോ? ലാമിന മീൻസ് ലെയർ എന്നാണ്.
ഫ്ലൂയിഡ് ഫ്ലോകൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫ്ലോ ചെയ്യിക്കാൻ, ആ ലെയറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമിക്സിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടുകളോ ഒന്നുമില്ലാതെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് അവനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. നമ്മൾ പൈപ്പിൻ്റെ ഒക്കെ ടാപ്പ് തുറക്കുക, ഒരുപാട് തുറക്കരുത്, ഒരു അല്പം തുറക്കുമ്പോൾ കുറച്ച് ദൂരം ആ ടാപ്പിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ വെള്ളം കണ്ണാടി പോലെ വരുന്ന കാണുന്നുണ്ടോ, അങ്ങനെയുള്ള ഫ്ലോ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. ആ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നില്ല, ഫ്ലൂയിഡ് ലെയേഴ്സുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല. പക്ഷെ താഴോട്ട് വരുന്നവരും എന്ത് കൂടുകയാണ്, വെലോസിറ്റി കൂടുന്നതോറും ഒരു പെർട്ടിക്കുലർ ഒരു ലൊക്കേഷൻ കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ കണ്ണാടി പോലെ ഫ്ലോ ചെയ്ത് വരുന്ന വെള്ളം എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിങ്ങനെ മിക്സായി പോകുന്നു. ആ മിക്സായി പോകുന്ന ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. ടർബുലന്റ് മീൻസ് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടയിടിയാണ്, ഫ്ലൂയിഡ് ലെയേഴ്സുകൾ തമ്മിൽ, അതായത് മുകളിലത്തെ ലെയർ താഴെ കയറിപ്പോൾ താഴത്തെ ലെയർ മുകളിൽ കയറിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആകെ മൊത്തം ഒരു കൂട്ടയിടി നടന്നുകൊണ്ട് ഫ്ലോ ചെയ്യുന്ന ഫ്ലോയെ വിളിക്കുന്ന പേരാണ് എന്ത്, ടർബുലന്റ് ഫ്ലോ. അപ്പോൾ ലാമിനാർ എന്താണ്, ടർബുലന്റ് എന്താണ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൺസെപ്റ്റ്സുകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഡെഫിനിഷൻസുകളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചോളുക, അല്ലെങ്കിൽ കോളേജിലും മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് തരും, അത് വായിച്ച് പഠിക്കുക. ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്, കൺസെപ്റ്റാണ്. കാരണം ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഫ്ലോയുടെ കൺസെപ്റ്റ്സുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി പഠിക്കാൻ പോകുന്ന ഫ്ലോ ആണ് റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. ഇവിടെ തന്നെ എഴുതാം അല്ലേ. അടുത്ത ടൈപ്പ് ഫ്ലോ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. ഇവിടെ ബേസിക്കലി കുട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അറിയാമോ, ഇഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് അറൌണ്ട് എ സർക്കുലർ പാത്ത് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സർക്കുലർ മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് വിളിക്കും. പക്ഷേ റൊട്ടേഷണൽ ഓർ ഇറൊട്ടേഷൻ എന്ന് വെച്ചാൽ അറിയാമോ, ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഹാസ് ടു റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിനെ സ്വന്തം ആക്സിസ് വെച്ചുകൊണ്ട് അവൻ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊരു റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിന് കൃത്യമായ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നോക്കുക, ഇതൊരു സർക്കുലർ പാത്ത്, ഇത് മറ്റൊരു സർക്കുലർ പാത്ത്. ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ, ഞാൻ എൻ്റെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വയ്ക്കുന്നു. ലെറ്റ്സ് സേ ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഉണ്ട്, ഇതാ ഇവിടെ ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ തന്നെയാണ്. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഞാൻ വരയ്ക്കുകയാണ് വിചാരിക്കാം. ഓക്കെ, ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യുകയാണ്, ഈ കാണുന്ന സർക്കുലർ പാത്തിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ് വിചാരിക്കുക. നോക്കൂ, ഇനിഷ്യലി ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷൻ ഞാൻ വരയ്ക്കുകയാണ്. നോക്കൂ, ലൊക്കേഷൻ അല്ല, ഇനിഷ്യൽ അതിൻ്റെ പൊസിഷൻ വരയ്ക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ പൊസിഷൻ. ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കൂ, ഇവിടെയും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെയും ഇങ്ങനെയാണ് ഇരിക്കുകയാണ്, ഇവിടെയും ഇങ്ങനെ തന്നെ ഇരിക്കുക. അതായത് അവൻ എങ്ങനെ തന്നെ നിൽക്കുന്നുവോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്ത് അതേപോലെ ഇങ്ങനെ സർക്കുലർ പാത്തിൽ കൂടെ കറങ്ങി കളിക്കുകയാണ്. ഇവന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല, റൊട്ടേഷണൽ ഫ്ലോ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഹാസ് ടു റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അവൻ സ്വന്തം ആക്സിസ് വെച്ചുകൊണ്ട് എന്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അവൻ്റെ റൊട്ടേഷൻ ഫ്ലോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവൻ്റെ പൊസിഷൻസിൽ ചേഞ്ച് ഉണ്ടായിരിക്കണം, വേണ്ടേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ നിൽക്കുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെയായിരുന്നു. അതേസമയം ഇവിടെ എത്തിയപ്പോൾ എന്ത് പറ്റും, അവ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി ഇങ്ങനെ എത്തി. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോൾ പിന്നെയും കറങ്ങി അവനിങ്ങനെ എത്തി. ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോൾ അവൻ ഇങ്ങനെ എത്തി. കണ്ടോ? അപ്പോൾ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, അവൻ്റെ സ്വന്തം ആക്സിസ് വെച്ചുകൊണ്ടും എന്ത് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ്. സച്ച് ടൈപ്പ് ഓഫ് ഫ്ലോ ഇസ് നോൺ ആസ് റൊട്ടേഷണൽ ഫ്ലോ. അപ്പോൾ കൃത്യമായോ, സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ഒരു സർക്കുലർ പാത്തിലൂടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ അത് റൊട്ടേഷണൽ ഫ്ലോ ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യും. തെറ്റാണ്. ഏത് പാത്തിലൂടെ പോയാലും ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അവൻ്റെ സ്വന്തം ആക്സിസ് വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, അത് റൊട്ടേഷണലാണോ ഇറൊട്ടേഷണൽ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സ്വന്തം ആക്സിസ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വെച്ചുകൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ, ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ റൊട്ടേഷണൽ ഫ്ലോ. അതർവൈസ് ഇറ്റ് ഇസ് എ ഇറൊട്ടേഷണൽ ഫ്ലോ. അപ്പോൾ റൊട്ടേഷണൽ ഫ്ലോ ഇറൊട്ടേഷണൽ ഫ്ലോ പഠിച്ചു. ഇനി പഠിക്കുന്ന ഫ്ലോ ആണ് എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇന്റേണൽ ഫ്ലോ. എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇന്റേണൽ ഫ്ലോ. എക്സ്റ്റേണൽ ഫ്ലോ ആൻഡ് ഇന്റേണൽ ഫ്ലോ. ഇത് സിമ്പിളാണ്, പ്രത്യേകിച്ച് വലിയ കഥകളൊന്നുമില്ല. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ്, നോക്കൂ, ഇതൊരു പൈപ്പാണ്. ദിസ് ഇസ് എ പൈപ്പ്. ഈ പൈപ്പിനകത്തുകൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് നമുക്ക് അവനത് വിളിക്കാം, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇന്റേണൽ ഫ്ലോ. എന്ത് ഫ്ലോ ആണ്? ഇന്റേണൽ ഫ്ലോ. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൈപ്പിന് പകരം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ പുറത്തുകൂടെ ഞാൻ ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഇല്ലേ?
അപ്പോൾ ഈ കാണുന്ന ഫ്ലൂയിഡിനകത്തുള്ള ഈ കാണുന്ന ഒബ്ജക്റ്റിന് പുറത്തുകൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ്റ്റേണൽ ഫ്ലോ. അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വിൻഡ് ടർബൈൻസ്, അതല്ലെങ്കിൽ വിൻഡ് ടർബൈൻസ് കറങ്ങുന്നില്ല, വിൻഡ് ടർബൈൻസ് പുറത്തുകൂടെ നമ്മുടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ എയർ എന്ത് ചെയ്യുന്നു, കാറ്റിൻ്റെ ശക്തി കാരണം ആ വിൻഡ് ടർബൈൻസിൻ്റെ ലീവ്സിൽ തട്ടുമ്പോൾ ആ വിൻഡ് ലീവ്സിൻ്റെ പുറത്തുകൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ആ വിൻഡ് ടർബൈൻ കറങ്ങുന്നത്. അപ്പോൾ വി ക്യാൻ കൺസിഡർ ഇറ്റ്സ് ആൻ എക്സ്റ്റേണൽ ഫ്ലോ. ഓക്കെ, സോ സച്ച് ടൈപ്പ് ഓഫ് ഫ്ലോ ആർ നോൺ ആസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫ്ലോകളിൽ ഒന്നാണ്, കൂടുതൽ പ്രാവശ്യം പ്രോബ്ലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലമാണ്, 1 dimensional, 2 dimensional and 3 dimensional flows. എന്ത് ഫ്ലോസ് ആണ്? 3 dimensional flows. നോക്കൂ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ എക്സ് ഡയറക്ഷൻ കാണും, വൈ ഡയറക്ഷൻ, ഇസ് ഡയറക്ഷൻ കാണും. ഓരോ ഡയറക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോരോ വെലോസിറ്റികളാണ്. ഫോർ എക്സാമ്പിൾ ഞാനത് വരച്ച് കാണിച്ചു തരാം. ദിസ് ഈസ് അവർ എക്സ് ഡയറക്ഷൻ, ദിസ് ഈസ് അവർ വൈ ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് അവർ ഇസഡ് ഡയറക്ഷൻ. ഇതിൽ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി തൽക്കാലം ഞാൻ വിളിക്കുന്നു യു എന്ന് വിളിക്കുകയാണ്, വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ഞാൻ വി എന്ന് വിളിക്കുകയാണ്, ഇസഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഞാൻ ഒമേഗ എന്ന് വിളിക്കുന്നു വിചാരിക്കാം. ഒമേഗ അല്ല ഡബ്ല്യു എന്ന് വിളിക്കുന്നു വിചാരിക്കാം. ഇഫ് these 3 velocity components are existing for a particular flow, then we can call it as 3-dimensional flow. കാരണം ആ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് എല്ലാ ഡയറക്ഷൻസിനും ഫ്ലൂയിഡ്സിൻ്റെ വെലോസിറ്റികളുണ്ട്. എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി ഉണ്ട്, വൈ ഡയറക്ഷനിലുണ്ട്, ഇസഡ് ഡയറക്ഷനിലുണ്ട്. അങ്ങനെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ വിളിക്കുന്ന പേരാണ് എന്ത്? 3-dimensional fluid flow. Okay, so if the velocity, which means the velocity v is a function of what? X, y, z. This is known as what? 3-dimensional fluid flow. Here the velocity v is a function of x and y ആണെങ്കിൽ നമുക്ക് വേണ്ടത് വിളിക്കാം, we can call it as 2-dimensional. This is 3-dimensional. If the velocity v is a function of x only, then we can call it as 1-dimensional flow. ഇതിനൊക്കെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ 3-dimensional flow എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാകുമ്പോൾ ഫ്ലോ ചെയ്യുന്നത്, അവൻ തോന്നിയതുപോലെ ഫ്ലോ ചെയ്യാൻ, സുനാമി വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ഫ്ലോ, അതെല്ലാം 3-dimensional fluid flows ആണ്. ഇനി 2-dimension എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിൽ കൂടെ ഞാൻ ഒരു ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യിപ്പിച്ചാൽ എന്ത് പറ്റും? അവൻ എക്സിനും വൈയിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലേ? ഈ പ്ലെയിനിലൂടെ മാത്രമാണ് അവൻ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫ്ലൂയിഡ് ഫ്ലോ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് 2-dimensional ഫ്ലോ. ഒരു പെർട്ടിക്കുലർ സ്ട്രൈറ്റ് ലൈൻ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവനത് വിളിക്കാൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1-dimensional ഫ്ലോ. അത് എക്സിന് ആവണമെന്നില്ല, എക്സിന് പകരം വൈയിൽ മാത്രം ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്താലും അതെന്താണ്? 1-dimensional. ഇസഡ് ഡയറക്ഷനിൽ മാത്രം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്താൽ അവൻ എന്താണ്? 1-dimensional. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാത്രമേ അവനുള്ളൂ എങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് 1-dimensional fluid flow. അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് 1-dimensional, എന്താണ് 2-dimensional, എന്താണ് 3-dimensional. ഇത്രയും ആകുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് ഫ്ലോസും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് ടൈപ്സ് ഓഫ് ഫ്ലോകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ടൈപ്സ് ഓഫ് ഫ്ലോസിൽ വരുമ്പോൾ ഞാൻ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എന്ത് ചെയ്ത് പോകാം, പറഞ്ഞു പോകാം. സാധാരണഗതിയിൽ ഇത്രയും ടൈപ്സ് ഓഫ് ഫ്ലോ ഒക്കെ എക്സാമിന് എസ്സേയുടെ പാർട്ടായിട്ടോ എ പാർട്ടായിട്ടോ ബി പാർട്ടായിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ്സുകൾ എഴുതുക. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസും കൂടെ നിങ്ങൾ എന്ത് എഴുതുക. ഓക്കെ.